ബാറയ്ക്കുമോർ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയറിൽ എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ചല്ലോ. നന്ദി തന്നെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകണമേ. അവിടുത്തെ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുമുഖം ഞങ്ങളുടെ മേൽ ഉയർത്തി സമാധാനം നൽകുമാറാകണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട നബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമായ കർത്താവെ, നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ദാനമായി നൽകി ഞങ്ങളെ വഴി നടത്തുന്ന മുഖാന്തരങ്ങളെ നന്ദിയോടെ ഓർക്കുക. ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ലോകം മുഴുവനും നിന്റെ സമാധാനം ശാന്തിയും എല്ലായിടങ്ങളിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ. കൃപയിൽ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. ഇടവകളെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെ ദൈവ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. സകല നന്മയ്ക്കായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിലും ഇടവകളിലും ദേശമൊക്കെയും ലോകമൊക്കെയും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, പ്രയാസങ്ങൾ, തർക്കങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുവാനിടയാകണം. ഈ കൂടിവരോ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണമേ. വചനം ഞങ്ങളോട് സംസാരിക്കുന്ന അഭിഷക്തനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മകളാൽ കാത്തു പരിപാലിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി ഫലം കായ്പാനിടയാകണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരുമെങ്കിലും ഒരുമിച്ച് കാണുവാനിടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം എപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദ്യശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും ഒപ്പം എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മെല്ലാവരും ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യപ്പെടുവാനും നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് ഒപ്പം പ്രാർത്ഥിക്കുവാനും നമുക്ക് ഒരുങ്ങാം. കാത്തിരിപ്പിന്റെ സമയം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പെന്തക്കോസ്തി അടുത്ത് വരുന്നുവല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുവാൻ യഹോവയുടെ അറിയിപ്പ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന നയിക്കുന്ന ഫ്ലോറിഡ റീജിയൻ ആണ്. ആ റീജിയനിലെ എല്ലാ ദൈവാലയങ്ങളെയും അവിടുത്തെ അഭിഷിക്തരെ മർത്തമറിയം സമാജം ഭാരവാഹികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ റീജിയണൽ സെക്രട്ടറി സിനി ജോർജ്, എല്ലാ പാർട്ടിസിപ്പൻസ്, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, പിന്നെ ഗുരുവിള അച്ഛൻ, ഷോണച്ചൻ, മറ്റെല്ലാ അച്ഛന്മാരും കൊച്ചമ്മമാര്, ഇന്ന് ധ്യാനപ്രസംഗം നടത്തുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട രാജു ദാനിയൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, പിന്നീട് വീണ്ടും തലകൾ വണക്കിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാമല്ലോ. പ്രിയപ്പെട്ട ഷൈല മാത്യു ആണ് പാടുന്നത്. ഷൈല കേൾക്കാമല്ലോ? കേൾക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും.
ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. നീ എൻ സർവനീതിയും ആയതിനാൽ ഞാൻ പൂർണ്ണനാ, നീ എൻ സർവനീതിയും ആയതിനാൽ ഞാൻ ധന്യനാ, നീ എൻ സർവനീതിയും ആയതിനാൽ ഞാൻ ഭാഗ്യവാൻ. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. താങ്ക് യു. ഷൈലയും കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ മകൻ സച്ചിനെയും സ്തോത്രത്തോടെ അർപ്പിക്കുന്നു. മകനെ എക്സാം എഴുതുന്നതിന് മുൻപ് തന്നെ പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ വെച്ചിരുന്നാണ് മകൻ റെസിഡൻസി ഒക്കെ പൂർത്തിയാക്കി ഗ്രാജുവേഷനായിട്ട് പോകുന്ന സമയമാണ്. ആ മകനും വേണ്ടിയും സ്തോത്രം പറയുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബൈബിൾ റീഡിങ്ങിന്റെ സമയമാകുന്നു. എല്ലാവരും ഒരുപോലെ ദിവസം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 17 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സസ് 17 to 35. പ്രിയപ്പെട്ട ജ്യോതി സിബു ആണ് വായിക്കുന്നത്. ജ്യോതി വായിച്ചാൽ കേൾക്കാമോ? ഞാൻ പറയുന്നത് ബാരിക്കുമോർ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം നിന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈകളാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു.
അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധത്തിൻ്റെ ദ്രവ്യത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് നമ്മളുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവൻ്റെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവ്യത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ബാർക്കിമോർ. പ്രിയപ്പെട്ട ജ്യോതിസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബൈബിൾ വായിച്ച ആനി മാത്യുവിനെയും സോണിയാമ്മ വർഗീസിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. രാജുവച്ചൻ അച്ഛാ കൗമ പ്രാർത്ഥന ചൊല്ലിക്കട്ടെ. അച്ഛാ കൗമ പ്രാർത്ഥന ചൊല്ലണേ അച്ഛൻ. രാജുവച്ചൻ മ്യൂട്ടാണ്. ബാർക്കിമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ധനസ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും ദ്വാരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും സൂക്ഷ്മം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണ നിമിഷ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ നാമം പരിശുദ്ധമാക്കണമേ. എൻ്റെ രാജ്യം വരയണമേ. എൻ്റെ തിരുവിശ്വാകാശത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ അതിനോട് ഞങ്ങൾ രക്ഷപ്പെടണമേ. എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ വലിയ ഫലമായ മർമ്മശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ബാറക്കുമോർ. കർത്താവേ നീ എന്നേക്കുമുള്ളവനാകുന്നു. നിന്റെ സിംഹാസനം തലമുറ തലമുറയായി നിലനിൽക്കുന്നതുമാകുന്നു. എന്നേക്കുമായി നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയും ദീർഘനാളുകൾ ഞങ്ങളെ നീ മറന്നു കളയുകയും ചെയ്യരുതേ. കർത്താവെ നിങ്കലേക്ക് ഞങ്ങളെ തിരിപ്പിക്കുകയും ഞങ്ങൾ തിരിഞ്ഞു വരികയും ചെയ്യുമാറാകണമേ. മുൻപിലത്തെ നാളുകളെ ഞാൻ സൂക്ഷിച്ചു നോക്കിയതിൽ വ്യസനിക്കുന്നു. നീ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ സുഖമാക്കപ്പെടുകയും ചെയ്യണമേ. നീ എന്നെ രക്ഷിക്കുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യണമേ. എന്തെന്നാൽ എൻ്റെ മഹത്വം നീ ആകുന്നു. നീ എന്നെ നശിപ്പിക്കരുതേ. എന്നാലോ ദുർദിവസത്തെങ്കിൽ നീ എൻ്റെ മേൽ വസിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്ന പിശാചുകൾ ലജ്ജിക്കുകയും ഞാൻ ലജ്ജിക്കാതിരിക്കുകയും ചെയ്യണമേ. നീ അവരുടെ മേൽ ദുർദിവസത്തെ വരുത്തരുതേ. ഒന്നിനിരട്ടിയായി ഞാൻ അവരെ തോൽപ്പിക്കുമാറാകണമേ. പുണ്യവാന്മാരെ ശോധന ചെയ്യുന്നവനും അന്തരേന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും നോക്കിക്കാണുന്നവനുമാകുന്ന ബലവാനായ കർത്താവേ, ഞാൻ എൻ്റെ സങ്കടങ്ങളെ നിങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നീ അവരോട് ചെയ്യുന്ന പ്രതികാരത്തെ ഞാൻ കാണുമാറാകണമേ. ആമീൻ. ഇപ്പൊ ഏറ്റവും ബഹുമാനപ്പെട്ട രാജു ഡാനിയൽ കോറപ്പിസ്കോപ്പാച്ചനെയും കുടുംബത്തെ
ഇബ്രാഹിമച്ചനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട സൂസൻ ഉമ്മൻ പാടുന്നായി. കേൾക്കാമോ? കേൾക്കാമല്ലോ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ അളവില്ലാതെ എന്നിൽ നിറയണമേ. അടുത്തെന്നെ അറിഞ്ഞിടാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആശ്രയം വച്ചിടാൻ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ അളവില്ലാതെ എന്നിൽ നിറയണമേ. ആത്മാവിൽ ചേർത്തു പിടിക്കാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ഉള്ളൊന്നു തുറന്നിടാൻ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. പിരിഞ്ഞെന്നെ മാറരുതേ, കൂടെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. പിരിഞ്ഞെന്നെ മാറരുതേ, കൂടെന്നും വേണമേ, ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. എന്റെ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പ്രിയപ്പെട്ട സൂസൻ ഉമ്മനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇപ്പോൾ ഒരേ ആത്മാവിൽ കൂടിയിരിക്കുന്ന ഈ 80-ലധികം ആളുകളോടൊപ്പം തന്നെ ലോകത്തെമ്പാടുമുള്ള മക്കളോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവെ അധികമായി നിറയണമേ, അളവില്ലാതെ നിറയണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നുവല്ലോ. നമ്മെ മാത്രമല്ല ലോകത്തെ എമ്പാടുമുള്ള മക്കളെയും കൂടി ഒന്നിച്ച് സമർപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനുമായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട രാജീവ് ദാനിയേൽ കോറബിസ് അച്ഛനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അച്ഛനെയും എല്ലാവരെയും കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് വീണ്ടും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മളെല്ലാവരും ചേർന്ന് വരികയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാക്കളുടെ ഒരുമിച്ച് ചേരുന്ന അനുഭവത്തിൽ ഒന്നായി നമ്മുടെ ജീവിതത്തെ കാണുന്ന, അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയും ചെയ്യും. കാത്തിരുന്ന് പ്രാപിക്കുക, ഇത് വളരെ അനുഗ്രഹപ്രദമായ ദിവസങ്ങളാണ്. കാത്തിരിപ്പ് നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളുമാണ്. നമ്മുടെ ആരാധന വർഷത്തിൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ഞാൻ വീണ്ടും വരും എന്ന് നമ്മളോട് അരുളി ചെയ്തു. നമ്മൾ രണ്ടാമത്തെ വരവിനായി നോക്കി പാർത്തിരിക്കുന്നവരുമാണ്. അങ്ങനെ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് അത് ജീവിതത്തിന്റെ വഴിയാത്രയിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ ഇടയാണ്. നമ്മുടെ വഴിയാത്ര വളരെ ദൈർഘ്യമുള്ളതാണ്. തകർച്ചകളുണ്ടാകാം, തളർച്ചകളുണ്ടാകാം. അവിടെയൊക്കെ നമ്മളെ നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസവും ശക്തിയുമാണ്. അതിനെ പ്രാപിച്ച് മുൻപോട്ട് പോകുക. ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശക്തിയും അതാണ്. ഈ ആത്മാവ് നിങ്ങളെ നയിക്കും. നയിക്കപ്പെടുന്ന ആത്മാവിനാൽ നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം, മാനസാന്തരപ്പെടുത്തണം, രോഗികളെ സൗഖ്യമാക്കണം. ഈ നൽവരം നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. അത് പ്രാപിക്കുകയാണ്. പക്ഷേ പ്രാപിച്ചത് നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓരോ നാളിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. നമുക്കറിയാം, വിലയേറിയ പല സാധനങ്ങളും നമുക്ക് കിട്ടും. നമ്മൾ അതിനെ വിലയേറിയതായിട്ട് കാണും. പക്ഷെ അത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ എത്ര വിലയുണ്ടെന്നനുസരിച്ചാണ് അത് സൂക്ഷിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ വിലയില്ലാത്ത പല സാധനങ്ങളും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഈ ലോകത്തിന്റെ പല സാധനങ്ങളും വിലയില്ലാത്തത്, അതൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എത്ര വിലയേറിയ അനുഭവമാണെന്ന് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ മാമോദീസായിലൂടെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ അനുഭവത്തെ, രക്ഷയുടെ അനുഭവത്തെ ഓരോ ദിവസവും നമ്മൾ വളർത്തി വളർത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ അത് തിരികെ പിടിക്കാനുള്ള ഒരു വ്യഗ്രതയും നമുക്കുണ്ടാവണം. അതിന് പരിശുദ്ധ സഭ നമുക്ക് വിലയേറിയ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പാപം ചെയ്ത മനുഷ്യൻ വീണു പോകുമ്പോൾ ആ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് തിരികെ വരാനായി നമുക്ക് ഒരുപാട് കൗദാശിക അനുഭവങ്ങളെയും തരുന്നുണ്ട്. അതെല്ലാം സമന്വയിപ്പിച്ച് ഒരുമിച്ച് ചേർത്ത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിടയാകണം. അതിന് ദൈവം നിന്റെ പരിശുദ്ധ മുന്നിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട രാജു ദാനിയേൽ കോറപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വന്യ വൈദിക ശ്രേഷ്ഠനാണ്. ഈ ഭദ്രാസനത്തിലെ ആദ്യകാല പ്രവർത്തകരിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ നയിക്കുന്ന ഒരു ആചാര്യ ശ്രേഷ്ഠനാണ്. പ്രിയപ്പെട്ട അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അച്ഛൻ, എനിക്ക് വളരെ സന്തോഷമുണ്ട് അച്ഛനെ സ്വാഗതം ചെയ്യുന്നതിൽ, MMVSന്റെ ഈ ഇന്നത്തെ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നതിൽ കുറച്ചുകൂടി സന്തോഷമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട അച്ഛനും ഞാനും ഒരു ഭദ്രാസനത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. ഞാൻ വൈദിക സെമിനാരിയിൽ പോകുന്ന സമയത്താണ് പ്രിയപ്പെട്ട അച്ഛൻ എന്ന തുമ്പമുണ്ട ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്നത്. ആ സമയത്തൊക്കെയുമുള്ള ബന്ധം, പിന്നീട് ഉള്ള ബന്ധങ്ങളിലുമൊക്കെ അച്ഛൻ കാണിച്ചിട്ടുള്ള ആ സ്നേഹം, കരുതൽ ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ദിവസം സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു അച്ഛാ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛൻ, MMVSന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷൈനി, ട്രഷററായിരിക്കുന്ന ഷീന പുന്നൂസ്, റീജിയണൽ ഭാരവാഹികളെ,
MMBSന്റെ അംഗങ്ങളെ കർത്തൃനാമത്തിലെ ഉന്നമേ വന്ദനം. ഇന്ന് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും ഇതിൻ്റെ ഭാരവാഹിയോടുള്ള നന്ദിയും സ്നേഹവും മുന്നമേ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ മൊത്തച്ചിരിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ B പാർട്ടാണ്. പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. ആത്മാവിനാൽ നിറഞ്ഞ് വരുവേൻ, ബട്ട് ബി ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്. ആത്മാവിനാൽ നിറഞ്ഞ് വരുവേൻ, ബട്ട് ബി ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്. നമുക്കറിയാം പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശ്വാസികളായ ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം അത് എഴുതിയത്. ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ സഭകൾക്കും വേണ്ടി എഴുതുകയാണെന്നുള്ളത് പിതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. AD 60 റോമിൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് എഫേസ്യ ലേഖനം എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ എഴുത്ത് നമ്മെ വിശ്വാസികളായിരിക്കുന്ന നമ്മെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ആത്മാവിനാൽ നിറഞ്ഞു വരുവീൻ എന്ന് പറയുമ്പോൾ ഇന്ന് അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം സ്വർഗാരോഹണം, ബഹുമാനപ്പെട്ട അച്ഛനെ ഓർപ്പിച്ചതുപോലെ സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്ത് വരെയുള്ള 10 ദിനങ്ങൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ട് സഭ കണക്കാക്കുന്നു. അപ്പോസ്തോലിക സമൂഹം കാത്തിരുന്നതും ഇന്നത്തെ സഭ കാത്തിരിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്നും ബഹുമാനപ്പെട്ട അച്ഛന് നിങ്ങളെ സൂചിപ്പിക്കുകയുണ്ടായി, ഓർപ്പിക്കുകയുണ്ടായി. അതായത് ലഭിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ കാത്തിരുന്നത്. എന്നാൽ ഇന്നാകട്ടെ പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചുള്ള ആത്മാവിൻ്റെ നിറവിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലീഹ ഇത് വ്യക്തമാക്കുന്നുണ്ട്. 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവിടെ പറയുന്നത് അപ്പം പരിശുദ്ധാത്മ മുദ്ര പ്രാപിച്ചുള്ളവരോടാണ് പരിശുദ്ധനായ പൗലോസ് ലീഹ ഇത് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് അവിടെ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പരിശുദ്ധ മാമോസായുടെ മുദ്ര എന്ന് പറയുന്നത് മാമോസ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആത്മാവിനാൽ നിറഞ്ഞു വരുവീൻ എന്ന് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബി ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ടും പരിശുദ്ധാത്മ ചൈതന്യം കൊണ്ടും നയിച്ച് നിയന്ത്രിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് അത് സൂചിപ്പിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ 2 തരത്തിലുള്ള നിറവിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 തരത്തിലുള്ള നിറവ്. 1-ാമത്തെ നിറവ് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള നിറവല്ല, 2-ാമത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറവ്. 1-ാമത്തെ നിറവെന്ന് എന്താ? ആൽക്കഹോളിക് സ്പിരിറ്റ് ആണ്. ഇപ്പം വീഞ്ഞു കൊണ്ട് നിറയപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 2-ാമത്തേതാണെങ്കിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ വീഞ്ഞുകൊണ്ട് നിറഞ്ഞ മനുഷ്യനെ പ്രത്യേകത എന്താ? അതിന്റെ ശക്തിക്ക് അവനെ വിധേയനാകുന്നു എന്നുള്ളതാണ്. അയാളുടെ നടപ്പും പെരുമാറ്റവും സംഭാഷണവും എല്ലാം വീഞ്ഞിന്റെ ശക്തിക്ക് വിധേയമാണ്. എന്നാൽ പ്രശ്നമായി പൗലോസ് ലീഹ പറയുന്നത് എന്താ? അതിലേക്കല്ല നിങ്ങൾ നീങ്ങേണ്ടത്, നേരെ മറിച്ച് അതിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. അപ്പോൾ നമ്മുടെ സ്വാഭാവിക നടപ്പിനെയും നമ്മുടെ പെരുമാറ്റത്തെയും അതിജീവിക്കുന്ന ആത്മനിയന്ത്രണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം സഭയിലെ എല്ലാ അംഗങ്ങളെയും കുറിച്ചാണ് ഇത് പറയുന്നത്. ഒരാളെ പോലും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ബി ഫിൽഡ് വിത്ത് ദി ഫിൽഡ് ആൻഡ് കീപ്പ് ഓൺ ബീയിങ് ഫിൽഡ് എന്നുള്ളതാണ്. ബി ഫിൽഡ് ആൻഡ് കീപ്പ് ഓൺ ബീയിങ് ഫിൽഡ്. ഇപ്രകാരം നിറഞ്ഞു വരുന്ന അനുഭവത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് ശമരിയ സ്ത്രീയോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് ഉദ്ഗമിക്കുന്ന നീറുറവയായി തീരും. ഇപ്പം ഇതേ അനുഭവം തന്നെയാണ് വീണ്ടും പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പ്രവഹിക്കും. അപ്പം ഒരു വറ്റിക്കിടക്കുന്ന വരട്ടാറ് പോലെയല്ല, നേരെ മറിച്ച് കുലംകുത്തി ഒഴുകുന്ന വലിയ നദീപ്രവാഹത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നൽകുന്നത്. അപ്പം ഒരു പ്രവാഹമാണ്, അത് ജീവജലത്തിന്റെ നദികൾ പ്രവഹിക്കുമെന്നാണ് പറയുന്നത്. പ്രവാഹം എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായിട്ട് ഒഴുകുന്നതാണ് പ്രവാഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു
പരിശുദ്ധാത്മാ നിറവ് എന്ന് പറയുന്നതും അങ്ങനെയാണ്. നമ്മളിൽ നിന്ന് ശക്തിയായിട്ട് ഒഴുകണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ആവശ്യമായിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, നാം ഇന്ന് ജഡീകരായി തുടരുന്നു എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ജഡീകരായിട്ട് തുടരുകയാണ്. നമ്മളെല്ലാം ആത്മാവിൽ നിറഞ്ഞവരാണ്, ക്രിസ്ത്യാനികളാണ്, വിശ്വാസം നിറഞ്ഞവരാണെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ ഇന്നും ജഡീകരായി തുടരുന്നു. അതുകൊണ്ട് ആ നിറവിന്റെ ആവശ്യമുണ്ട് ഒന്നാമതായിട്ട്. അതായത് പരിശുദ്ധനായ പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നു. 1 Corinthians chapter 3 verse 1-3 അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു. 1 Corinthians 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ എന്നവിടെ പറയുന്നു. സോറി. അവിടെ സഭയിലും സമൂഹത്തിലും ഭിന്നതയും പിണക്കവും നിലനിൽക്കുന്നു എങ്കിൽ നാം ജഡീകന്മാരല്ലേ എന്ന് ശ്രീഹ നമ്മെ ഓർപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ജഡീകന്മാരായിട്ട് തീർന്നു. നോക്കിയേ, എവിടെ നോക്കിയേ, സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ഇടവകളിലാണെങ്കിലും നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും എല്ലായിടത്തും ഈ ഈർഷ്യയും പിണക്കവും ഭിന്നതയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസ്ഥയെ അതിജീവിക്കുവാനാണ് ആത്മനിറവ് വേണമെന്ന് പറയുന്നത്. അപ്പൊ സത്യത്തില് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നിറവ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് പ്രോജ്വലനമാണ്. അതായത് ഉജ്ജ്വലനത്തെക്കാൾ ഉപരിയായിട്ടുള്ള പ്രോജ്വലനം, പ്രോജ്വലീഭവിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ കാണുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ദനഹാ പെരുന്നാളില് ആണ് യേശുക്രിസ്തുവിന് മാമോദിസ സമയത്ത് യോർദാൻ നദിയില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറയുമ്പോൾ അവിടെ ആ പ്രോജ്വലീകരണമാണ് നടക്കുന്നത്. പരിശുദ്ധാത്മ നിറവാണ് അവിടെ കാണുന്നത്. ആ നിറവിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് കാണുന്നത്. രണ്ടാമതായി, ഇന്ന് നമുക്ക് പാപബോധം ഇല്ല എന്നുള്ളതാണ്. അതിന് കാരണം സ്വയം നീതീകരണത്തിനും ആത്മപ്രശംസയിലും നാം കഴിയുന്നു. മ്ലേച്ഛമായ പലതിനും മാന്യതയുടെ മൂടുപടം നമ്മൾ അണിയുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനം, അത് ഇന്നൊരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് മാറിയിരിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് സ്ത്രീകൾ പോലും മദ്യം, വീഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം പണ്ട് കാലത്ത് അതൊക്കെ നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഇന്ന് അത് നിഷിദ്ധമല്ല, എല്ലാവർക്കും അത് ഉപയോഗിക്കാം, ഒരു സ്റ്റാറ്റസ് സിമ്പലായി. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനായിട്ടിടയായി, നല്ലതാണ് വീഞ്ഞ് കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ഇത് ഇറക്കുന്നത് കാണാനായിട്ടിടയായി. അപ്പം വെറുക്കേണ്ടത് പലതും നമ്മളെ ഇന്ന് അംഗീകരിക്കപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുന്നവരാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അവിഹിത വേഴ്ച, സ്വർഗരതി മുതലായവ ഇന്ന് കൂടുതലായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അത് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിന് ആത്മാവിൽ നിറയേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു നമ്മോട് അരുളി ചെയ്യുന്നു 16-ാം അധ്യായം 8-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പം പരിശുദ്ധാത്മാവ് വന്നു, അവൻ പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. പക്ഷെ ഇതിനൊന്നും നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിലും അതിൽ നമ്മൾ നിറയപ്പെട്ടില്ല. അപ്പൊ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് അതിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ മാത്രമേ നിറവുള്ളവരായിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനം നമ്മളുണ്ട് എന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമതായി, സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മൂന്നാമതായി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വിരസവും ശുഷ്കവുമായിരിക്കുന്നില്ലേ എന്ന് നമ്മൾ ഓർത്ത് നോക്കണം. ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറുന്ന അനുഭവമാണോ എന്ന് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, പൊതുവെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊരു ചടങ്ങായിട്ട് മാറാതെ, അത് നമ്മുടെ വിരസമാക്കാതെ ശുഷ്കമാക്കാതെ ഏറ്റവും അങ്ങേയറ്റം ഭയഭക്തിയോടുകൂടി ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യാക്കോബ് ദൈവത്തിനോട് മൽപ്പിടുത്തത്തില് നീ എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങിയതുപോലെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും നമ്മുടെ സമൂഹവും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമുക്ക് കഴിയണം. നാലാമതായി, പരാജയബോധം, നിരാശ മുതലായവ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്.
റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രശ്നയെ പൗലോസ് പറയുന്നു, നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് നാം കണ്ടത്. അതിന് പരിഹാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വരിക എന്നുള്ളതാണ് എന്ന് നമ്മൾ കാണുവാനിട്ടിടയായി. അപ്പൊ പരിശുദ്ധാത്മ നിറവ് എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്ന് നാം കണ്ടു. 4 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, നാം ഇന്ന് ജഡീകരായി തീർന്നിരിക്കുന്നു. ആ ജഡീക അവസ്ഥയിൽ നിന്ന് ആത്മീയ അവസ്ഥയിലേക്ക് കൂടുതലായി ഉയരേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ഇന്ന് നമുക്ക് പാപത്തിന് ബോധം ഉണ്ട് എങ്കിൽ തന്നെയും ശരിയായ പാപബോധം ഉൾക്കൊണ്ടുകൊണ്ട് പശ്ചാത്താപത്തോടുകൂടി നമ്മൾ ജീവിക്കുന്നുണ്ടോ, സത്യ അനുതാപ ഹൃദയത്തോടെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നാം കണ്ടത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇന്ന് വിരസവും ശുഷ്കവുമാണോ, യഥാർത്ഥമായിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും ആലയത്തിൽ പോകുന്നുണ്ടോ, എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, കുടുംബജീവിതത്തിൽ രാവിലെയുമായിട്ടുള്ള കുടുംബ പ്രാർത്ഥനയെങ്കിലും നമ്മൾ നടത്താറുണ്ടോ, അതോ ഇന്ന് ഒരു പ്രാവശ്യമായിട്ട് ശുഷ്കിച്ചോ, സന്ധ്യാ നമസ്കാരം മാത്രമായിട്ട് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ആയിത്തീർന്നു, പ്രഭാത നമസ്കാരമില്ലാതെ, അങ്ങനെ ഒരു അനുഭവത്തിലാണോ പോകുന്നത്, അത് രണ്ടും നിന്ന് പോകുന്ന അനുഭവമാണോ ഉള്ളത് എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട് നമ്മൾ കണ്ടത് പരാജയബോധം, നിരാശ എന്നുള്ളതാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? വിശ്വാസത്തിൽ തികഞ്ഞു വരാത്തത് കൊണ്ടാണ്. എല്ലാം എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യുകയെന്ന് വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോഴും അവിടെ നിരാശയില്ല, പ്രത്യാശയോടെ മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയുന്നുള്ളൂ. ആ ഒരു വിശ്വാസവും പ്രത്യാശയും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം 4 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയും നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് പരിശുദ്ധാത്മ നിറവ് എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം പരിശുദ്ധാത്മ നിറവ് എങ്ങനെ നമുക്ക് കൈവരിക്കാം? ഒന്നാമതായിട്ട്, ഹൃദയം നേരുള്ളവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് ഒരു പങ്കും ഓഹരിയും ഇല്ല എന്ന് കാണുന്നു. ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഇത് ഏത് സമയത്താണ് പറഞ്ഞത്, എവിടെ വെച്ചാണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ, സമയം പോയതും എങ്കിലും. ശമരിയയിലെ ആളുകള് ദൈവ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ദൈവവിശ്വാസം വന്ന് അവർ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ വന്നു. ഇത് യെരുശലേമിലെ സഭ അറിഞ്ഞു. യെരുശലേമിലെ സഭ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. പത്രോസിനെയും യോഹന്നാൻ ശ്ലീഹായെയും അവിടേക്ക് അയക്കുന്നു, ശമരിയയിലേക്ക് അയക്കുന്നു. അപ്പൊ ശമരിയയിലേക്ക് അയച്ചിട്ട് ഈ സ്നാനമേറ്റ ക്രിസ്തീയ സഭയിലേക്ക് ചേർന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന അനുഭവം അവർക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഉടനെ ശീമോൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, ഇത് പ്രാപിക്കുവാനായിട്ട് അദ്ദേഹം വലിയൊരു ധനാഢ്യനായിരുന്നു. ഇവിടെ ഈ അമർത്യ ദേവതയെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. അപ്പൊ വെള്ളി ഉണ്ട്. അപ്പോൾ വലിയ ധനാഢ്യൻ ഒരു മനുഷ്യനാണ്. അപ്പൊ ശീമോൻ പണം കൊണ്ടുപോയിട്ട് പത്രോസിനും യോഹന്നാനും കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് കിട്ടണം, ഞാൻ പണം തരാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇത് പറയുന്നത്. അവനെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നല്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഇത് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു അനുഭവം. അപ്പം അവരുടെ മേൽ കൈവച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. അത് തന്നെയല്ല, സ്ഥാനമേറ്റപ്പോഴും പരിശുദ്ധാത്മാവ് വന്നില്ല. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, പരിശുദ്ധാത്മാവുണ്ട്. ജലത്താലും ആത്മാവിനാലും നീ മാമൂസ മുഴുകിയില്ലെങ്കിൽ നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പം ആ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിന്റെ പ്രതിക്കുള്ള പ്രവേശനം നമുക്ക് നിശ്ചിതമായി പോകും. നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്, ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നു, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 51-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യത്തിൽ. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പം അഹങ്കാരം, അസൂയ, വിദ്വേഷം, സ്വാർത്ഥത മുതലായ ബലഹീനതകൾ ഇവ മാറ്റുക മാത്രമല്ല നമ്മുടെ ജീവിത രീതിയെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമാണ് നമുക്ക് ഹൃദയനിരുള്ളവരായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറവിൽ കൈവരിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പം അതിൽ നമ്മുടെ ഹൃദയം നേരുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുള്ളൂ. ഹൃദയശുദ്ധിയുള്ള ദൈവത്തെ കാണുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, ആത്മനിറവുള്ളവരായി വരുവാൻ തക്കമുള്ള അഭിവാഞ്ച നമ്മളിൽ ഉണ്ടാകണം. ആത്മനിറവിനുള്ള അഭിവാഞ്ച നമ്മൾ ഉണ്ടായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നാൽ കുടിക്കട്ടെ. ഇത് ദൈവവുമായുള്ള തുടർച്ചയായ
സജീവമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വിശുദ്ധി എന്നിവ നമ്മെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ശമരിയ സ്ത്രീയോട് യേശു ക്രിസ്തു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. ശമരിയ സ്ത്രീ പറയുന്നു, ആ ജലം എനിക്ക് നൽകണമേ എന്നാ പറയുന്നുണ്ട്, അല്ലേ? അപ്പം ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവന്റെ ജലത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം അതിന് പരിശുദ്ധാത്മ നിറവിനായിട്ട്. നാലാമതായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ശൂന്യമായി തോന്നുമ്പോൾ ഓർക്കുക, ദൈവം കൂടുതൽ പൂർണ്ണത നമുക്ക് നൽകുന്നു. അവന്റെ ആത്മാവിന് കീഴടങ്ങുക, അവൻ നമ്മുടെ ശക്തിയെ പുതുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കേട്ടത്. 1, ഹൃദയം നേരുള്ളവരായിരിക്കണം. ആത്മനിറവിനുള്ള അഭിവാഞ്ച നമുക്ക് ഉണ്ടായിരിക്കണം. 3, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. 4, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനം നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് ഒരു നിമിത്തമല്ല, ഒരു നിമിഷമല്ല, അത് നേരെ മറിച്ച് അതൊരു ജീവിത ശൈലിയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അവന്റെ സാന്നിധ്യത്തിൽ ദിവസവും നടക്കുകയും അവൻ നൽകുന്ന സമാധാനവും ലക്ഷ്യവും അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയാണ് ഇതിന്റെ ആത്മാവിലുള്ള നിറവ് എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം ക്ഷണികമായ അനുഭവങ്ങളെ കുറിച്ചല്ല, നേരെ മറിച്ച് ആ ദൈവത്തിന്റെ ശക്തിക്കും സാന്നിധ്യത്തിനും ദിവസേനയുള്ള കീഴടങ്ങലുമാണ്. അത് ദിവസേനയുള്ള ഒരു കീഴടങ്ങിലൂടെയാണ്. ആത്മാവിന്റെ പ്രോജ്വലനം നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനമാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അത് നമ്മുടെ ജീവിത രീതിയെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു. പരീക്ഷണങ്ങൾ പോലും നാം ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ശക്തി പ്രാപിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം. അതില് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആരാധനാ ജീവിതം ഉള്ളവരായിട്ട് നമ്മൾ തീരുന്നു എന്നുള്ളതാണ്. അപ്പം ആത്മാവിന്റെ ഫലങ്ങളെ നമ്മളെ പുറപ്പെടുവിക്കാൻ തൊക്കണം ആ നിറവിൽ നമുക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഗലേഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 9 കാര്യങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ. അത് സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ആത്മാവിന്റെ ഫലങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് തീർന്ന് മറ്റുള്ളവർക്ക് ആത്മാവിന്റെ ഫലങ്ങളെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിശുദ്ധ മാമോദിസയിൽ കൂടി പ്രാപിച്ച ആ പരിശുദ്ധാത്മാവിനെ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളും 2 ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. നാളെയും ഇന്നും നാളെയും കൂടെ ഉള്ളൂ. മറ്റന്നാൾ പെന്തിക്കോസ്ത് ദിവസമാണ്. ആ പെന്തിക്കോസ്ത് പെരുന്നാളിൽ ആ 3 കൃത്യമായ ശുശ്രൂഷകൾ നടത്തുമ്പോൾ വിശുദ്ധ കുർബാനയിൽ കൂടി ദൈവമേ നിന്റെ ആത്മാവിനെ ഞങ്ങൾ പ്രോജ്വലിപ്പിക്കുവാൻ തക്കണം ഇടയാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി സംബന്ധിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കണം ഇടയാകണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന ബൊമട്ടായി ബിയച്ചനോടും ഷൈനിയോടും ഷീന പുനോസിനോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി ഇരുന്ന നിങ്ങൾ ഓരോരുത്തരുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കൂ. ദൈവം നമ്പരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ സമയമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ തലളിയുമാക്കി നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഉയരങ്ങളിൽ നിന്ന് ശക്തിയെ പ്രാപിക്കുവോളം നിങ്ങൾ യെരൂശലേം പട്ടണത്തിൽ പാർപ്പീനെന്നും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയക്കുമെന്നും ശ്ലീഹന്മാരോട് അരുളിച്ചതനുസരിച്ച് ദൈവമായ കർത്താവേ അവർ മാളികയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ചെയ്തുവല്ലോ. ആയതുപോലെ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിനും നിറവിനുമായി കാത്തിരിക്കുന്ന അടിയങ്ങളെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. പെന്തിക്കോസ്ത് നാളിൽ കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ശബ്ദമുണ്ടാകുകയും പരിശുദ്ധാത്മാവ് തീനാവുകൾ പോലെ ശ്ലീഹന്മാർക്ക് കാണപ്പെടുകയും അവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിക്കുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ഓരോരോ ഭാഷകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംസാരിക്കുകയും ചെയ്തുവല്ലോ. അതുപോലെ ദൈവമേ ഞങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനും വിവിധ ദാനങ്ങൾക്കും യോഗ്യരായി തീരണമേ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ
സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി കൊടുക്കുമെന്ന് അരുളിച്ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി വിശന്ന് ദാഹിച്ച് അപേക്ഷിക്കുവാനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും അത് ഞങ്ങൾക്ക് സംഗതിയാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. മാനസാന്തര ജീവിതത്തിൽ കൂടിയും അനുസരണമുള്ള ജീവിതത്തിൽ കൂടിയും പരിശുദ്ധാത്മ നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, നീ ഞങ്ങളിൽ ജ്വലിക്കണമേ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ, ജീവന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവെ, യഥാർത്ഥമായ മാനസാന്തരം അടിയങ്ങൾക്ക് നൽകണമേ. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. മനുഷ്യഹൃദയങ്ങളെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, ആത്മാവിന്റെ ഫലം കൊണ്ട് അടിയങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നീ ആരിൽ നിന്ന് പുറപ്പെടുന്നുവോ ആ നിന്റെ പിതാവിനും, നീ ആരിൽ നിന്ന് എടുക്കുന്നുവോ ആ ദൈവപുത്രനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ കരയേറ്റുകയും ചെയ്യുവാനായിട്ട് തന്നെ ആയത് ദൈവമാതാവായ കന്യക മറിയാമിന്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് ലീഹായുടെയും പരിശുദ്ധനായ പരിമലമാ ഗ്രിഗോറിയോസിന്റെയും മാർ ദിവന്യാസോസിന്റെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെ ഇഷ്ടമുള്ള പ്രാർത്ഥന തന്നെ. താങ്ക് യു അച്ഛാ. താങ്ക് യു. പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചത്. വളരെ ശക്തമായ ഒരു വാക്കായി പ്രോജ്വലനം എന്ന് പറയുന്നത്. അത് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു അനുഭവമല്ല. നമ്മള് പെന്തിക്കോസ്തിയുടെ ദിവസം പ്രോജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം എന്നാണ് പറയുന്നത്. പ്രോജ്വലനം, അത് പ്രകാശിക്കുക എന്നൊക്കെ ഉള്ളത് സാധാരണ ഒരു വാക്കാണെങ്കിൽ പ്രോജ്വലിപ്പിക്കുക എന്ന് പറയുന്നത് അത് അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിനെ പൂർണ്ണമായും, അത് അല്പം പോലും നഷ്ടമില്ലാതെ പൂർണ്ണ അർത്ഥത്തിൽ അത് മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ് പ്രോജ്വലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെക്കുറിച്ചും കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചും കൽപ്പനകൾ പാലിക്കുന്നതിനെ കുറിച്ചുമൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം നമ്മുടെ ദൈവിക ശുശ്രൂഷയുടെ അനുഭവ കാലങ്ങളിൽ നാം അനുഭവിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമാണ്. 10 കൽപ്പനകൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതാണല്ലോ പഠിക്കുന്നത്. 10 കൽപ്പനകൾ പഠിക്കും. അതിൻ്റെ അകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതുമാണ്. അതുകൊണ്ട് കൽപ്പനകൾ എന്നുള്ള പേരിലല്ല, എങ്കിലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, ജീവിതത്തിന്റെ ഒരു അനുഭവം മുതൽ മറ്റൊരു അനുഭവം വരെയും കൊണ്ടുപോകുന്ന, എല്ലാ ക്രമീകരിക്കുന്ന അനുഭവം പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ളതാണ്. അതാണ് പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചത്. അത് ജീവിതത്തിൽ എങ്ങനെയാണത് അനുഭവവേദ്യമാക്കുന്നത്, ഇതെങ്ങനെ നമുക്ക് അത് പ്രോജ്വലിപ്പിക്കാൻ കഴിയും, എങ്ങനെ അത് സ്വീകരിക്കാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും, അതാണ് പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചത്. അച്ഛൻ്റെ എല്ലാ വാക്കുകൾക്കും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളെ പ്രാപിക്കുവാനുള്ള 2 ദിവസങ്ങൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. പെന്തക്കോസ്ത് ശുശ്രൂഷയിൽ അതിന്റെ പാരമ്യത്തിൽ നമ്മൾ എത്തും. അത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോട് MBSന്റെ ഡയസിസിനുള്ള എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നന്ദിയും സ്നേഹവും പ്രിയപ്പെട്ട രാജു ഡാനിയൽ കോർപ്പിസ്കോപ്പ അച്ഛനോട് ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബിന്നി കുരുവിള അച്ഛൻ ഇതിൽ സംബന്ധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ സാന്നിധ്യത്തിനുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. കടന്നു വന്ന ഇതിൽ സംബന്ധിച്ച എനിക്കറിയാം പല ആളുകളും ജോലിക്കിടയിലാണ്, പല ആളുകളും പല തിരക്കിനിടയിലാണ്, അതിനിടയിലാണ് ഇതിലൊക്കെ സംബന്ധിക്കുന്നത്. അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അവരുടെ ആത്മീയ തീക്ഷ്ണതയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഫ്ലോറിഡ റീജിയൻ എന്ന് ഏറ്റെടുത്ത ഈ പ്രാർത്ഥനയോട് അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആവാസം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട രാജു ഡാനിയൽ കോർപ്പിസ്കോപ്പ അച്ഛനുൾപ്പെടെ സർവശക്തൻ കേൾപ്പിച്ച ദൂത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കത്തക്കൊണ്ട് ആത്മനിർവോടുകൂടി നിർമ്മല ഹൃദയം തരുവാൻ നിരന്തരമായി ദൈവത്തോടെ അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൊച്ചമ്മ, ലിജിൻ കൊച്ചമ്മ, ഷോണച്ചൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ.
അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. ഇപ്പോൾ ഏകദേശം 80 പേര് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തലകൾ വണക്കിയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യയുണ്ട്. നമ്മളെ ആത്മാവിൽ നിറയ്ക്കും. നമുക്കറിയാം കുറവുകളെല്ലാം തെറ്റു പറയുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് നന്ദി നിറഞ്ഞ റിക്വസ്റ്റ്, പ്രാർത്ഥനാ റിക്വസ്റ്റിനോടൊപ്പം ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റുകളും തന്നിട്ടുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ, പലർക്കും കൂടുതൽ വിശ്വാസമുള്ള ഒരു സമയമാകുന്നു. തീർച്ചയായിട്ടും ആ വിശ്വാസം കർത്താവ് സ്വീകരിക്കുന്നു എന്ന് നമുക്കറിയാം. പരിശുദ്ധാഭാവത്തിന്റെ മനസ്സിനെ സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും ഒരുമിച്ച് കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. തിരുമേനിക്ക് വേണ്ടി എല്ലാ തിരുമേനിമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതുപോലെ അച്ഛനും കോർപ്പസ്കോപ്പ അച്ഛനും ഓഫീസറുടെ അച്ഛനും ഒക്കെ പ്രകാശനും പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ അഭിഷിക്തന്മാരും, എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചമ്മാശന്മാർ, സിസ്റ്റർമാർ, എല്ലാ മർത്തമറിയം സമാജം ഭാരവാഹികൾ, പ്രത്യേകിച്ച് 2009 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഭാരവാഹികളും അവരുടെ ചുമതലകൾ കൈമാറിയെങ്കിലും ആത്മാർത്ഥതയോടെ ഇതിനകത്ത് സംബന്ധിക്കുന്നതുകൊണ്ട് അവരെ എല്ലാം സമർപ്പിക്കുന്നു. എക്സാമിനേഷൻ കോർഡിനേറ്റേഴ്സ്, ട്രഷറർ, ട്രസ്റ്റി, ഓഡിറ്റർ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്നതുകൊണ്ട് ദൈവത്തെ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആത്മീയ സംഘടനകളുടെ ചുമതലക്കാരെ സമർപ്പിക്കുന്ന ഓൾട്ടർ ബോയ്സ്, ഇടവക പുരോഹിതർ, രാജ്യമഹത്വത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പൈങ്ങോലി അച്ഛനെയും ശുശ്രൂഷ ചെയ്യുന്ന ഗ്രേസ് കൊച്ചമ്മയും, അതുപോലെ എല്ലാ രോഗാവസ്ഥയിലിരിക്കുന്നവരെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ധാരാളം റിക്വസ്റ്റുകളാണ് ഉള്ളത്. ഇന്നുവരെയും സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അതേപോലെ സൗഖ്യമാകാനിരിക്കുന്നവരെ, സൗഖ്യം ലഭിച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്നമ്മ ഫിലിപ്പിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എലിയാമ്മ, ബിന്ദു, സാം, അരുൺ, ഷാനു, നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ നല്ല സഹനവും സാമ്പത്തിക ക്ലേശവും ഒക്കെ ഈ മക്കൾക്കുണ്ട്. നിങ്ങൾ തക്ക സമയത്ത് ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ട കൃപ എത്തിച്ചു കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുക. ആഷ, ആൻമാത്തൻ, ബെഞ്ചമിൻ, ഇബ്രാഹിം, ധാരാളം പേരുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ മക്കളെയും ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. പേരെ പ്രത്യേകം എടുത്തു പറയാത്തവരെ, പ്രത്യേകിച്ച് ദൈവവേലയ്ക്കായി ഇറങ്ങി തിരിച്ചിട്ട് രോഗാവസ്ഥയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഒന്നിച്ച് ദൈവസന്നിധി സമർപ്പിക്കുന്നു. നോവ, ജിയാനുള്ള കുഞ്ഞു പിള്ളേരെ സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. സ്പെഷ്യൽ ബ്ലെസ്സിങ്സിനായിട്ട് എലിസബത്ത്, സൂസൻ അവരെ സമർപ്പിക്കുന്നു. നന്ദി പറയുന്ന കുറേ മക്കളുണ്ട്. ജ്യോതിസ്, ജോസഫ്, PM തോമസ്, മേഘൽ മാത്യു, ടെസ്സി പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരുന്നതാണ്. നമ്മളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പം മകന് വേണ്ടി നന്ദി പറഞ്ഞു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ശൈലയുടെ മകൻ സച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞു. അതുപോലെ വളരെ വിഷമത്തിൽ കൂടി കടന്ന ഒരു കുടുംബത്തിലാണ് റെനി. ആ മകന് റെസിഡൻസിലെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനിലാണ്. മകന് വേണ്ടിയും സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യം ദൈവസന്നിധിയിൽ വന്ന് ഒരുമിച്ച് നന്ദി പറഞ്ഞു. അതേപോലെ എല്ലാവരുടെയും മനസ്സിൽ നന്ദി പറയുന്ന ഇന്നുവരെയും ലഭിച്ചിട്ടുള്ളതിന് ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ബർത്ത്ഡേസ് ആയിരുന്ന സൂസൻ, ഫ്രാൻസിസ്, ഈഷാൻ, അതുപോലെ ബർത്ത്ഡേ ആയ എല്ലാവർക്കും, വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ട്വിങ്കിൾ ആൻഡ് എബിയെ ഓർത്ത് നന്ദി പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം. എല്ലാ ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം, എല്ലാ പ്രയർ ലൈൻ, പ്രയർ സെൽസിനെ എല്ലാം ദൈവസന്നിധി സമർപ്പിക്കുന്നു. വ്യക്തിയുടെ സമാധാനം, കുടുംബ സമാധാനം, സഭാ സമാധാനം, ലോക സമാധാനം ഒരുമിച്ച് ദൈവസന്നിധി സമർപ്പിക്കും. ജനറേഷന് വേണ്ടി പ്രത്യേകം ഹൃദയം ഒരുക്കി മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. പ്രത്യേകിച്ച് സൂയിസൈഡ്, ഡെസ്പെയർ, ഡിപ്രഷൻ, എഡ്യൂക്കേഷനോട് താല്പര്യമില്ലായ്മ ഉള്ള കുഞ്ഞുങ്ങള്, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അതുപോലെ തന്നെ വിജയം വരിച്ചവര്,
പരാജയപ്പെട്ടു പോയവര്, ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുന്നവര് പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഇവിടെ കണ്ണീരോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടല്ലോ. സ്തോത്രം ചെയ്യാം. ലിഡിയയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വെച്ചിട്ടുള്ള അപേക്ഷകൾ പ്രത്യേകം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വഹിക്കുന്നു. 2 ആൻമാര്, 2 എലിസബത്ത്മാര്, ആൽബിറ്റ്, ലോറൻസ്, ഹാന, കരോളിൻ, നിരന്തരമായി പ്രാർത്ഥിച്ച് മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരും ദൈവസന്നിധിയിലേക്ക് വയ്ക്കുകയാണ്. നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം അവരും ശുദ്ധീകരിക്കപ്പെടണമേ. പ്രത്യേകിച്ച് ദിവസം വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കുദാശ സ്വീകരിക്കുന്നതെല്ലാം അകന്നു പോകുന്ന മക്കളെ നിരന്തരമായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അതിന് ഫലം കാണുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വിധവമാർ, ജോലി നഷ്ടപ്പെട്ട മക്കൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ജോലി സ്ട്രെസ് അനുഭവിക്കുന്നവർ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വോളണ്ടറി സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് ഒരു ആശ്രയ എന്ന് പറയുന്ന ഒരു വോളണ്ടറി സംഘടനയുണ്ട്. അവർ വളരെ കഷ്ടത്തിലാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള കഴിവനുസരിച്ചുള്ള സഹായം ചെയ്യുമ്പോൾ ധാരാളമായി ധനവാന്മാരെ ഔദാര്യശീലരാക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവർക്കും കൂടി അതിനുള്ള മനസ്സ് കൊടുക്കണമേ ദൈവമേ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യ നിലയം, പ്രശാന്തം, ധാരാളം വോളണ്ടറി സംഘടനകളുണ്ട്. ജയിലിൽ വോളണ്ടറി സർവീസ് ചെയ്യുന്നവര്, വധശിക്ഷയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷപ്രിയ, അവരെ ഓർത്ത് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നവര്, സൈനികര്, അതിർത്തി താമസിക്കുന്നവര്, രാഷ്ട്ര നേതാക്കള്, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരെ ഒരുപോലെ സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ, കിഡ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ലഭിച്ചവര്, മഞ്ജു, മേരി, മായ, മെലീസ, മേഴ്സി, മാർലിൻ 2 പേര്, മിനി 2 പേര്, മിറാൻഡ, മോളി, നീതു, നിയ, നിത്യ, ധാരാളം പേരുണ്ട്. കുറച്ചുപേരെ മാത്രമാണ് ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവരാജ്യമഹത്വത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ അവരെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കാം. വിവാഹം വേണ്ട എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ധാരാളമാണ്. മാതാപിതാക്കൾ അവരെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന ഷേമ, താര, മിന്നു, മറിയ, താര, ടീന, ടിജ, ധാരാളം മറ്റു കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. ലീഹ, വിക്ടോറിയ, ദിവ്യ, ഷേന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള MG തോമസ്, ജോൺ മത്തായി, തോമസ് ഉമ്മൻ, പ്രിയപ്പെട്ട ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ മറ്റെല്ലാവരെയും പ്രിയപ്പെട്ടവരെ അഭിഷിക്തരെയും സമർപ്പിക്കുന്നു. ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ലത, ബെന്നി, കൊച്ചമ്മയാണ് പ്രാർത്ഥിക്കുന്നത്. ലത അച്ഛൻ, കൊച്ചമ്മ, മക്കൾ, ആ കുടുംബത്തെ ദേവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൊച്ചമ്മ, മ്യൂട്ടാണെന്ന് തോന്നുന്നു. കൊച്ചമ്മ അൺമ്യൂട്ട് ചെയ്യണേ. കുഞ്ഞു കൊച്ചമ്മ അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അത് മ്യൂട്ട് ചെയ്തിരിക്കുക. ലത, ബെന്നി, കൊച്ചമ്മ, കൊച്ചമ്മ മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കൊച്ചമ്മ മെസ്സേജ് അയക്കുന്നല്ലോ. അൺഏബിൾ ടു അൺമ്യൂട്ട് എന്ന് പറയുന്നു. ഇവിടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഷീന? അൺമ്യൂട്ട് ചെയ്ത് കൊച്ചമ്മ അല്ലെങ്കിൽ ഒന്നുകൂടെ ഓക്കെ. അച്ഛൻ വേറെ കേറി ബിന്നി അച്ഛൻ കയറിയിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ കേക്കാവോ? കേൾക്കാം. സോറി, എന്റെ ഇതിന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ദൈവമേ പ്രാർത്ഥിക്കാം നമുക്ക്. ദൈവമേ
ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൂടി വരുവാൻ തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വരുമ്പോഴൊക്കെയും സത്യസന്ധമായ മനസ്സോടെ കർത്താവെ നിന്റെ സ്വരം കേൾക്കുവാനും നീ പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും രൂപപ്പെടുത്തുവാനും തക്കവണ്ണം ഉള്ള കൃപാടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ തരുന്നതൊക്കെയും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നറിയുന്നു. അത് സന്തോഷത്തിൻ്റെതായാലും ദുഃഖത്തിൻ്റെതായാലും പല പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നാലും അതെല്ലാം കർത്താവെ നിത്യമായ ഞങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്കുള്ള പ്രവേശത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നതിനാൽ അവിടുന്ന് തരുന്നു എന്നുള്ളതായ തിരിച്ചറിവും ബോധ്യവും കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നതായ ഈ നിമിഷങ്ങളിലൊക്കെയും ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവെ അവിടുന്ന് വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ഞങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം ശുദ്ധിയുള്ള ഹൃദയങ്ങളുള്ളവരല്ല എന്നറിയുന്നു. എങ്കിലും അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ കുറവുകളെയൊന്നും പരിഗണിക്കാതെ, കർത്താവെ ഞങ്ങളുടെ ദോഷങ്ങളെ ചികഞ്ഞു നോക്കാതെ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിലുള്ള മനുഷ്യരുമൊക്കെയും ഞങ്ങളെ സ്നേഹിച്ചാലോ ഇഷ്ടപ്പെട്ടാലോ കർത്താവെ അതൊക്കെയും ഈ ഒരു വാസം കൊണ്ട് കർത്താവെ താൽക്കാലിക വാസം കൊണ്ട് തീർന്നു പോകുന്നതാണെന്ന് അറിയുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നോക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തികളെ നിരീക്ഷിക്കുന്ന ദൈവമായിരിക്കുന്നുവല്ലോ. ദൈവമേ, അവിടെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രമേ കർത്താവെ ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യാശിക്കേണ്ട കാര്യമുള്ളെന്നറിയുന്നു. കർത്താവെ, ആ ഒരു ബോധ്യത്തിൽ ആ ഒരു ഭയത്തോടു കൂടി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ദൈവമേ നിന്നെ കണ്ടെത്തുവാൻ ഒരു ചൂണ്ടുവലയായിട്ട് ഞങ്ങളുടെ സഭ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രകാലം കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുകയും വഴി നടത്തുകയും വഴി കാണിച്ചു തരികയും ഒക്കെ ചെയ്ത മാതാക്കളെയും പിതാക്കളെയും കർത്താവെ ഇതിന്റെ നായകത്വം വഹിച്ചിട്ടുള്ളതായ പിതാക്കന്മാരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും ഞങ്ങളുടെ ഇടവകയിൽ നയിക്കുന്ന പരിശുദ്ധൻ അഭിമന്യ ഇവാനിവസ് തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും റംബാൻ സന്യാസാശ്രമത്തിലൊക്കെയും പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്യാസ കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മക്കളെയും പട്ടക്കാരെയും കർത്താവെ, അതുപോലെ തന്നെ ഇതിൻ്റെ ആധ്യാത്മിക വയലുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ തിരുഹിതത്തിനനുസരിച്ച് കർത്താവ് എല്ലാവരെയും വഴി നടത്തണമേ. ഞങ്ങളെയൊക്കെയും വഴി നടത്തുവാൻ വേണ്ടതായ ത്രാണിയും കൃപയും കൊടുത്ത് ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യവും സ്നേഹവും നിറഞ്ഞ് കർത്താവെ ഭിന്നത ഒഴിവാക്കപ്പെട്ട് കർത്താവെ അവിടുത്തെ ആലോചനകൾക്കനുസരിച്ച് നടത്തുന്ന ഒരു ഉത്തമ ഒരുക്കപ്പെട്ട മണവാട്ടിയാക്കി അടിയങ്ങളുടെ സഭയെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഇരിക്കുന്നതായ അനേക വിശ്വാസ വീര്യമുള്ളവരെ കർത്താവെ അവിടുന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിന്റെ കണ്ണിൽ കർത്താവെ നിന്നെ കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവരെയൊക്കെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് ചേർന്നിരുന്നുകൊണ്ട് കർത്താവെ നിന്റെ മനസ്സിന് ഹിതകരമായ ആലോചനകളെ എടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സഭയെ അവിടുന്ന് സജ്ജമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നവരായ എല്ലാവരെയും ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രയർ സെല്ല് കൂടി വരുവാൻ തക്കവണ്ണം ഇതിന്റെ മുഖാന്തരങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. ബഹുമാനപ്പെട്ട എബിഎച്ചിനെയും ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷിനിയെയും ഷീനായെയും സിനി ജോർജ്, ഞങ്ങളുടെ റീജിയണൽ സെക്രട്ടറി ആയിരിക്കുന്ന ഷിനി ജോർജിനെയും മറ്റെല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരെയും ഇതിന്റെ യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഇതിന്റെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, ഇടവക തലത്തിൽ മറ്റാത്മീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ വയലുകളിലായിരിക്കുന്നവരെയും എൻ്റെ അച്ഛന്മാരെയും ആത്മീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവരെയും ഇടവകളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും എല്ലാം കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തെ പ്രാധാന്യം കൊടുക്കുന്നു. ലോകത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് കാണുന്നതൊന്നുമല്ല ദൈവമേ. അവിടുത്തേക്ക് മഹത്വം നൽകുന്ന, അവിടുത്തേക്ക് പ്രയോജനം ഭവിക്കുന്ന ആത്മാക്കളെ കൂട്ടി വരുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ആൻ്റിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ഇത്രമാത്രം കർത്താവെ കഷ്ടപ്പെടുവാനും സമയം ചിലവഴിപ്പാനും കൊടുത്തിരിക്കുന്ന നല്ല മനസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ കടന്നു വരുന്ന എല്ലാവർക്കും ഇത് കൃപയ്ക്ക് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്ന എല്ലാവരെയും, റിക്വസ്റ്റ് ഇടാത്തവരെയും എല്ലാം കർത്താവെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൃഷ്ടി അവരുടെയൊക്കെയും ജീവിതങ്ങൾ മേലും ആവശ്യങ്ങളിലേക്കും തുറന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുവിഹിതം നടപ്പാക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഉള്ളതാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം വലിയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെയും സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ അടുത്ത് വന്ന രോഗികളെല്ലാം സൗഖ്യമാക്കി. കർത്താവെ, അവിടുന്ന് മനസ്സിൽ വിചാരിച്ചാൽ സൗഖ്യമാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാണ്. നീ ഒന്ന് തൊട്ടാൽ സൗഖ്യമാണെന്ന് അറിയുന്നു. ആ സൗഖ്യത്തിന് വേണ്ടി കർത്താവെ, ജീവിതത്തിൽ എത്രയേറെ പ്രാരാബ്ദങ്ങളിലും ബുദ്ധിമുട്ടുകളിലും രോഗത്താൽ വിഷമിക്കുന്നവരെയൊക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ പ്രയാസങ്ങളിൽ വിഷമിക്കുന്നവര് കർത്താവെ, ലോകത്ത് പുറത്ത് പറയുവാൻ, ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് കർത്താവെ, അവരുടെയൊക്കെയും തർക്കങ്ങളും പ്രയാസങ്ങളുമായിട്ടിരിക്കുന്നവരെ ഓർക്കുന്നു. ദമ്പതിമാരെ പ്രത്യേകം ഓർക്കുന്നു. ജോലിയില്ലാത്തവരും കർത്താവെ, ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുന്നവരുമായിട്ടുള്ളവരെ ഓർക്കുന്നു. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. മക്കളില്ലാത്തവരെ ഓർക്കുന്നു. മക്കളുടെ സ്വഭാവ ദൂഷ്യത്താൽ പ്രയാസപ്പെടുന്നവര്, മക്കളുടെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവര്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കർത്താവെ തങ്ങളുടെ കയ്യിലെ വലയത്തിൽ നിന്നും പുറത്തു പോകുന്നതായ മക്കളെ ഓർത്ത് വിഷമിക്കുന്നവര്, വിവാഹം നടക്കാത്തവര്, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും കർത്താവെ വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ഭിന്നശേഷിയുള്ളവരായി പല ബുദ്ധിമുട്ടുകളുള്ള ജനിച്ച മക്കളെ നോക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കുന്നു. ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ തലമുറകളിലൂടെയാണ് കർത്താവെ ഞങ്ങൾ ഈ ലോകത്തായിരിക്കുന്നതെന്നുള്ള ബോധ്യം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുറവുകൾക്ക് ക്ഷമ കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തടവറകളിൽ കിടക്കുന്നവര്, പ്രായാധിക്യത്തിലൊക്കെ ഏകാന്തതയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ദൈവമേ, പീഡനങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര്, യുദ്ധക്കെടുതിയാൽ ബുദ്ധിമുട്ടുന്നവര്, പ്രകൃതിക്ഷോഭത്താൽ ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ തലയിലെ തലമുടിയുടെ എണ്ണം പോലും അവിടത്തേക്ക് അറിയാമെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നതായ ബുദ്ധിമുട്ടുകളെയൊക്കെയും അറിയാത്തവനല്ല ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് കർത്താവെ ഞങ്ങൾ നിന്റെ മുമ്പിലിരിക്കുന്നതായ സമയമാണ്. ദൈവമേ, അവിടുന്ന് അവരുടെയൊക്കെയും ഒന്ന് കരുണയോടെ നോക്കണമേ കർത്താവെ. ഒരു സുഖപാടിന്റെ അനുഭവം ലഭിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് നന്മയായിട്ടുള്ളതെന്ന് അറിയുന്നു. ദൈവമേ, അവിടുന്ന് നന്മയായിട്ടുള്ളത് നടപ്പാക്കുമ്പോൾ ഹൃദയത്തിൽ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും തിരിച്ചറിവുള്ളവരായി കർത്താവെ സമാധാനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ സമാധാനം, പുറമേ ഞങ്ങൾ പ്രയാസപ്പെടുന്നെങ്കിലും അകമേ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന മക്കളാക്കി ഓരോ പ്രയാസത്തിലിരിക്കുന്നവരെയും അവിടുന്ന് ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായിട്ട് കർത്താവെ നിന്നെ വിശ്വസിക്കുകയും നിന്നെ പിന്തുടരുകയും ചെയ്യുന്ന എല്ലാ മക്കൾക്കും കർത്താവെ ലോകത്തിൽ കഷ്ടതയുണ്ടെന്ന് അറിയുന്നു. അവിടുത്തെ സ്നേഹന്മാര് കർത്താവെ ലോകവും പിതൃഭവനവും
കർത്താവെ, സകലതും വിട്ട് നിന്നെ അനുഗമിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന സന്തോഷത്തോടെ അവയൊക്കെയും സ്വീകരിച്ചുകൊണ്ട് അതിജീവിച്ച് കർത്താവെ നല്ല പോരാട്ടം പോരാടിയവരാണെന്ന് തിരിച്ചറിയുന്നു. അവരെ പോലെ ഞങ്ങളും ആകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ അവർക്ക് നീ കൊടുത്തതിനാൽ അവർ ആ ശക്തി സ്വീകരിച്ചതുപോലെ ഈ പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പിന്റെ നാളുകളിൽ കർത്താവെ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾ അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കുറവുകളും തെറ്റുകളും കർത്താവെ അവിടുത്തെ അനുഗ്രഹം ചൊരിയപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പരിശുദ്ധ അമ്മച്ചി എല്ലാ പരിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളുടെ കുറവുകളെ എല്ലാം ക്ഷമിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആശീർവാദം പറയൂ. മാർഗ്ഗമോർ പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രതമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ സംബന്ധവും സുവാസം നാം ഇവരോടുകൂടിയും വിശേഷ ഓർത്ത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച എല്ലാ വിഷയങ്ങളോടും സംബന്ധിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ ഭവനങ്ങളോടും ഇതിനെ ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവരോടും ദൈവനാളെ അറിഞ്ഞ് നടക്കുന്ന വലിയ ബന്ധുക്കോസ്യ അനുഭവങ്ങളോടും നമ്മൾ ദൈവം പറഞ്ഞ ഒന്നിയ കോറിസ്കോപ്പാച്ചനോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും വാങ്ങിപ്പോയിരിക്കുന്നവരും സഭയോടും ഉണ്ടായിരിക്കുമാറാകണമേ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ യോഗത്തെ സംബന്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് എൻ്റെ കടമ. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ യുവാനിയോസ് തിരുമേനിയോടാണ്. അടുത്തത് നന്ദി പറയാനുള്ളത് റവറൻഡ് ഫാദർ എബി എബ്രഹാം, MMES വൈസ് പ്രസിഡന്റിന്റെ ചുമതലകളെല്ലാം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ റവറൻഡ് രാജു ഡാനിയൽ കോർപ്പിസ്കോപ്പയോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രയർ കോർഡിനേറ്റർ എലിസബത്ത് അരകനാൻഡി എല്ലാ ആഴ്ചയിലും ലിസ്റ്റുകളെല്ലാം തയ്യാറാക്കി മുൻകരുതൽ എല്ലാം എടുത്ത് എല്ലാവരും വിളിച്ച് അവരുടെ പോർഷൻസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഭംഗിയായി മീറ്റിംഗ് നടത്തി വരുന്നു. ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ജനറൽ സെക്രട്ടറി ഷിനി കുര്യൻ, ട്രഷറർ ഷീന പൊന്നൂസ്, രണ്ടുപേരോടും അവരുടെ ചുമതലയെല്ലാം ഭംഗിയായി നടത്തി വരുന്നു. രണ്ടുപേരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിങ്ങിന് നേതൃത്വം നൽകിയ Mrs. ആനി വിൽസൺ, സോണിയ വർഗീസ്, ജ്യോതി സിബു, പാട്ടുപാടി സഹായിച്ച ശൈല മാത്യു, സൂസൻ ഉമ്മൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ലത ബിന്നി കൊച്ചമ്മയോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ജാക്സൺവില്ലിനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിർമ്മിക്കുന്നു. താങ്ക് യു. Thank you, everyone.